Hello dear students, I hope you all are fine. Today we are going to discuss a chapter on module 5 of our textbook Issues That Matter. നമ്മൾ പെട്ടെന്ന് തന്നെ മൊഡ്യൂൾ 5 മൂവ് ചെയ്യാണ്. മൊഡ്യൂൾ 5 ഒരു വെരി ബ്യൂട്ടിഫുൾ പോയമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 5 ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബീയിങ് എ റെഫ്യൂജി എന്നാണ് പറഞ്ഞിരിക്കുന്ന ആ ഒരു മൊഡ്യൂളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു 5 മൊഡ്യൂൾസിലും 5 കോൺസെപ്റ്റ്സ് ഇതാണുള്ളത്. ആദ്യത്തേത് നമ്മൾ പഠിച്ചു വാർ ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാത്ത്. അപ്പോൾ വാറിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. സെക്കൻഡ് മൊഡ്യൂള് ഈസ് യെറ്റ് ടു ബിഗൻ. ആൻഡ് മൊഡ്യൂൾ 3 നമ്മൾ ഓഫ് കൾച്ചർ, ഐഡൻറ്റിറ്റി ആൻഡ് ട്രഡീഷൻ അതായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് മൊഡ്യൂൾ 4 എൻവയോൺമെൻറ്റ് മാറ്റേഴ്സിലെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് അനദർ ചാപ്റ്റർ ഈസ് എ ലെങ്തി വൺ, അതുകൊണ്ടാണ് അതിന്ന് എടുക്കാത്തത്. ആൻഡ് ഡയറക്ട്ലി വി ആർ മൂവിങ് ഓൺ ടു മൊഡ്യൂൾ 5 നമ്മൾ പോവുകയാണ്. ആൻഡ് ദെയർ ഓൾസോ വി ഹാവ് 3 chapters and the module title is being a refugee. So what is a refugee? Refugee എന്ന് പറഞ്ഞാൽ നമ്മളത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അഭയാർത്ഥികൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് മറ്റു രാജ്യങ്ങളിൽ അവർ അഭയാർത്ഥികളായിട്ട് ചെല്ലുന്നവരെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. So let's quickly go through the module introduction. How does it feel when one has no house, land or country of one's own to belong to, when one is threatened or exiled or branded as an unwelcome outsider? So here റൈറ്റർ നമ്മുടെ അടുത്തോട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലോകത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. How does it feel when one has no house, land or country of one's own to belong to? So here the writer is asking, ഒരാൾക്ക് സ്വന്തമായി വീടില്ല, രാജ്യമില്ല, സ്ഥലമില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്നുമില്ല എന്നുള്ളൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അയാളുടെ ഒരു സിറ്റുവേഷൻ? When one is threatened or exiled or branded as an unwelcome outsider. See, 3 പോസിബിലിറ്റീസ് ആണ്. ഒന്നെങ്കിൽ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുക, അല്ലെങ്കിൽ പലായനം ചെയ്യുന്നതിനാണ് എക്സൈൽഡ് എന്ന് പറയുന്നത്, പുറത്താക്കപ്പെടുക, അല്ലെങ്കിൽ എന്താണ് വേറൊരിടത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവരും നമ്മളെ എന്തോ വലിയ പ്രശ്നക്കാരായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിങ്സ് എന്താണെന്ന്. Okay, for Aylan Kurdi, the drowned Syrian refugee boy whose body was washed ashore on a beach, or for any refugee, be they Palestinian, Rohingya, Tibetan, Rwandan, Eastern European, from any other part of the world, to leave one's familiar country for a strange land is an uncertain journey fraught with death. So here the writer is giving an example. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയിലോട്ട് വന്ന അഭയാർത്ഥികളിൽ ഒരു ബാലൻ്റെ ഒരു ചെറിയൊരു ഒരു കൊച്ചുകുട്ടിയുടെ അവൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ കടൽ തീരത്ത് ഇങ്ങനെ അടിയുന്നത്, അതായത് എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ മറ്റൊരു രാജ്യത്തോട്ട് പലായനം ചെയ്യുന്നതിനിടയിൽ സംഭവിച്ചാണ്. ആ കുട്ടി മരിച്ചു പോകുന്നത്. അവൻ്റെ കടൽ തീരത്ത് അവൻ്റെ ആ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത്. ആ കുട്ടിയുടെ പേരാണ് അയലാൻ കുർദി. അതൊരു സിറിയൻ റെഫ്യൂജി ആയിരുന്നു. ആൻഡ് അപ്പോൾ അപ്പോൾ അവനൊരു സിറിയൻ റെഫ്യൂജി ആയിരുന്നു ആ ബാലൻ, അയലാൻ ഖുർദി എന്ന് പറയുന്നത്. അപ്പം അവനാണെങ്കിൽ അവനെപ്പോലെ തന്നെ അവൻ്റെ ശരീരം ഇങ്ങനെ കടൽ തീരത്ത്, മൃതശരീരം ഇങ്ങനെ കടൽ തീരത്ത് അടിഞ്ഞ് നമ്മളെല്ലാവരും പത്രവാർത്തകളിൽ കണ്ടതാണ്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് റെഫ്യൂജീസ് ഉണ്ട്. അത് പാലസ്തീനിയൻ ആകാം, റോഹിംഗ്യൻ, ടിബറ്റൻ, റാൻഡം, ഈസ്റ്റേൺ യൂറോപ്പ്, അങ്ങനെ പല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നവരാകാം. അപ്പം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടുണ്ടായിരുന്ന രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ട് പോവുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അൺസർട്ടൈൻ ജേർണി. ഒരു രീതിയിലും യാതൊരു തരത്തിലും ഉറപ്പ് പറയാൻ പറ്റാത്ത വളരെ അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഫ്രോഡ് വിത്ത് ഡെത്ത്. ഏത് നിമിഷം വേണേലും ആ ബാലൻ മരണപ്പെട്ടതുപോലെ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം എന്നുള്ളൊരവസ്ഥയിലുള്ളൊരു ജേർണിയാണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ വെരി ത്രെറ്റനിങ് വൺ. ആൻഡ് ദെൻ the history of Exodus is as old as human civilization. See, Exodus എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഒരു ടെക്സ്റ്റാണ്, പുറപ്പാട് എന്നും പറഞ്ഞത്. അതായത് നമ്മുടെ ബൈബിളിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചുകൊണ്ട് ദൈവം
വാഗ്ദാനത്തിൻ്റെ നാടായ കാനാൻ ദേശത്തോട്ട് കൊണ്ടുപോരുന്ന ഒരു മോശയാണതിന്, മോസസ് എന്നും പറഞ്ഞു, മോശയാണതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെ ഇങ്ങനെ മരുഭൂമിയിലൂടെയും എല്ലാം നടത്തിച്ച് അവരൊരു നല്ല വാഗ്ദാനം ചെയ്യപ്പെട്ട നാട്ടിലോട്ട് എത്തിക്കുന്ന ഒരു സ്റ്റോറി. ഒരു സ്റ്റോറി നമ്മുടെ എക്സോഡസിനകത്ത്, എക്സോഡസ് എന്ന് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകത്തിൽ ക്രിസ്ത്യൻസിനറിയാം. അതല്ലാതെ ഇങ്ങനെ ഒരു യാത്രയാണ്, അതായത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ യാത്രയാണ് അവിടെ കാണിക്കുന്നത്. എല്ലാം അവർ റെഫ്യൂജീസിനെ പോലെ, അവർ അഭയാർത്ഥികളെ പോലെ ആയിരുന്നു ഈജിപ്തിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ദൈവം അവരെ റിക്കവർ ചെയ്ത് രക്ഷിച്ച് തിരിച്ചവരുടെ സ്വന്തം നാട്ടിലോട്ട് കൊണ്ടുപോകുന്നൊരു കഥ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഹിസ്റ്ററി ഓഫ് എക്സോഡസ് അന്ന് മുതൽ നിലനിൽക്കുന്നതാണ് ഈ ഒരു, അതായത് അത് ഒരുപാട് പഴയ നമ്മുടെ ഭൂമിയൊക്കെ ഉണ്ടായ ഒരു ഒത്തിരി ആളുകൾക്ക് മുമ്പുള്ളതാണ്. അപ്പം ആ ഒരു സമയത്തെ അന്ന് മുതൽ ഈ ഒരു സിറ്റുവേഷൻ ആളുകൾ ഫേസ് ചെയ്യുന്നതാണ്. And then they have ever been large scale migration and dislocation because of social, political and environmental reasons. നമ്മുടെ വളരെ വലിയ അളവിൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു രാജ്യത്തോട്ട് പോയി അവിടെ താമസിക്കാനായിട്ട് പോകുന്നതാണ് മൈഗ്രേഷൻ. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻസ് മാറി മാറി താമസിക്കേണ്ട അവസ്ഥ. അതായത് ഇപ്പം നമ്മൾ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുവാണ്, എന്തോരം പേര് ഓരോ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് പോകുന്നു. അല്ലെങ്കിൽ അതുപോലെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ എത്ര പേർക്ക് രാജ്യം വിട്ട് രക്ഷപ്പെടേണ്ടി വരുന്നു ജീവന് വേണ്ടി. അപ്പോൾ ആ ഒരു മൈഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പല പല കാരണങ്ങളുണ്ടാകാം. ഒന്നുകിൽ അത് സോഷ്യലാകാം, അല്ലെങ്കിൽ പൊളിറ്റിക്കലാകാം, ഇതും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ റീസൺസ് ആകാം. അതായത് ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ പ്ലേസിൽ ലാവയൊക്കെ പൊട്ടിപ്പുറപ്പെട്ട് അല്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് പിന്നെ അവിടെ താമസിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് മാറിയേ പറ്റും. അങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ റീസൺസും ആകാം. However, the refugee crisis continued to be a grave human rights issue in our post-global era of unequal socio-economic development and racial tensions. അപ്പം എല്ലാ തവണയും ഉള്ളതിനെക്കാട്ടിലും ഇപ്പോഴാണ് ഇത് ഏറ്റവും വലിയ റെഫ്യൂജി ക്രൈസിസ് അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ഇപ്പോഴാണ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നിലനിൽക്കുന്ന അൺഈക്വൽ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് ആ ഒരു നമ്മുടെ സൊസൈറ്റിയിലൊക്കെ പാവപ്പെട്ടവരും പണക്കാരും എല്ലാവരും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് റേഷ്യൽ ടെൻഷൻസ്, അതായത് റേസിസം എന്ന് പറഞ്ഞ് കളർ ഡിഫറൻസുകൾ അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസുകൾ, റേസ് ഡിഫറൻസുകൾ, അതൊക്കെ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ കാലത്തെക്കാട്ടിലും പ്രസക്തി ഇപ്പോൾ ഈ പറയുന്ന റെഫ്യൂജി ക്രൈസിസിനുണ്ട്. The economic, social and political implications of the large-scale influx of refugees and asylum seekers are a major concern for nations in terms of resources, rehabilitation and national security. See, the economic, social and political implications of the large-scale influx of refugees. അതായത് ചിലയിടത്ത് യുദ്ധമൊക്കെ നടക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ കൂട്ടമായിട്ട് വളരെ വലിയ എമൗണ്ടിൽ ട്രാവൽ ചെയ്യും അടുത്ത രാജ്യത്തോട്ട്. ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അറൈവലാണ്. അപ്പം നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലോട്ട് ഒരുപാട് അഭയാർത്ഥികൾ വരുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു പരിധിയിൽ എണ്ണത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അവർക്കുള്ള എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അവരുടെ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ അസൈലം സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അസൈലം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ സെൻറ്റേഴ്സാണ്. അപ്പം അസൈലം അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവർ വരുന്നത്. They are asylum seekers and it is now a major concern for nations in terms of resources, rehabilitation ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസിൻ്റെ ഒക്കെ പുറത്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വരുന്നവർക്കുള്ള റിസോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവർക്കുള്ള ഫുഡ്, ഷെൽട്ടർ, അതുപോലെ തന്നെയുള്ള ജോബ് എല്ലാം നമ്മൾ കൊടുക്കണം. പിന്നെ റീഹാബിലിറ്റേഷൻ, അവരെ വീണ്ടും അവരെ എവിടെയെങ്കിലും നമ്മൾ അവരെ താമസിപ്പിക്കണം അല്ലേ, അവർക്കൊരു സെക്യൂരിറ്റി കൊടുക്കണം. പിന്നെ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി റിസ്ക് ഉണ്ട്. ഇവർ ചെന്ന് കയറുന്ന രാജ്യങ്ങൾക്ക് ഒരുപാട് റിസ്ക്സ് ഉണ്ട്. The humanitarian approaches to refugees, immigrants and asylum seekers consider not just the rights and material welfare of the refugees, but also the protection of their cultural assets and identity. See,
ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വപരമായ അപ്രോച്ചാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ റെഫ്യൂജീസിനോട് കാണിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെഫ്യൂജീസിനോടും ഇമിഗ്രൻസിനോടും അതുപോലെ തന്നെ അസൈലം എന്തെങ്കിലും പ്രൊട്ടക്ഷൻ, ഒരു രീതിയിലും വേറൊരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാതെ പ്രൊട്ടക്ഷൻ അന്വേഷിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് നമ്മൾ അവരെ മാത്രം സംരക്ഷിച്ചാൽ പോലെ പിന്നെ എന്താണ് അവരുടെ കൾച്ചർ അസറ്റിനെയും അവരുടെ ഐഡൻറ്റിറ്റിയെയും കൂടി സംരക്ഷിക്കേണ്ട ചുമതല ഓരോ രാജ്യത്തിനുമുണ്ട്. This module intends to provide a nuanced understanding of what it means to be a refugee by presenting insider accounts and views of refugee life. So ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാൻ പോകുന്ന 3 ചാപ്റ്റേഴ്സും ഡീൽ ചെയ്യുന്നത് റെഫ്യൂജീസ് ആയിട്ടുള്ളവരുടെ അവരുടെ അനുഭവങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളുമാണ്. സോ ഒരു റെഫ്യൂജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവരുടെ അനുഭവങ്ങൾ എന്താണ്, അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പം ദിസ് ഈസ് ദ ജനറൽ ഇൻട്രൊഡക്ഷൻ ടു ദ മൊഡ്യൂൾ ആൻഡ് ദ മൊഡ്യൂൾ ടൈറ്റിൽ ഈസ് ബീയിങ് എ റെഫ്യൂജി. ആൻഡ് നൗ ഡയറക്ട്ലി വി ആർ മൂവിങ് ഓൺ ടു എ പോയം. നമുക്കിന്നൊരു പോയം പഠിക്കാം. W.H. Auden's റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്ന പോയമാണ് നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത്. See, it is in page number 153 of your textbook. And it is the second chapter of this module. ഈ മൊഡ്യൂളിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്ന ഈ പോയം. അതേസമയം തന്നെ അത് നമ്മുടെ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത് ദിസ് ചാപ്റ്റർ 14, സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററാണ്, ചാപ്റ്റർ 14 ആണ്. സോ ദ ടൈറ്റിൽ ഇസ് റെഫ്യൂജി ബ്ലൂസ്. ഓക്കെ, സോ ലെറ്റ് സീ വാട്ട് ഈസ് ബ്ലൂസ്. റെഫ്യൂജി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് ബ്ലൂസ് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, W.H. Auden, born as Winston Hugh Auden in York, England, was raised by a physician father and a strict Anglican mother. Okay, so this man was born in York. നമ്മുടെ ഇംഗ്ലണ്ടിലുള്ള ഒരു നോർത്തേൺ പാർട്ടിലുള്ള ഒരു പർട്ടിക്കുലർ പ്ലേസ് ആണ് യോർക്ക് എന്ന് പറയുന്നത്. And this man was born there. W.H. Auden. അയാളുടെ ഫുൾ നെയിം ആണ് വിൻസ്റ്റൺ ഹ്യൂജ് ഓഡൻ. You just learn W.H. Auden, and he was raised by a physician father. His father was a doctor and his mother was a strict Anglican mother. Anglican എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ വിഭാഗത്തിൽപ്പെട്ട പ്രൊട്ടസ്റ്റൻസും ആംഗ്ലിക്കൻസും ഉണ്ട്. അപ്പോൾ ആംഗ്ലിക്കൻ പാർട്ടിൽപ്പെട്ട ഒരാളാണ് അവളുടെ അമ്മ. Then he pursued science and engineering at Oxford University, later switching to English. So, like his father, അവൻ ആദ്യം തന്നെ സയൻസും എഞ്ചിനീയറിംഗ് ഫീൽഡാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്തത്. പക്ഷേ അവൻ പിന്നീട് ഇംഗ്ലീഷിലോട്ട് മാറി. At Oxford, he joined a group of writers who came to be known as the Oxford Group, who shared a Marxist and anti-fascist worldview. See, അപ്പം അന്നത്തെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 1907 1973 ആണ് അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഈ മാർക്സിസം ഒക്കെ ഡെവലപ്പായിട്ട്, ലെനിൻ്റെ ഒക്കെ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ ഇങ്ങനെ ഡെവലപ്പായിട്ട് വരുന്ന ഒരു സമയമാണ് മാർക്സിസം. അപ്പം ഓക്സ്ഫോർഡിൽ ഇവനൊരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സുമായിട്ട് ജോയിൻ ചെയ്തു. അതിനെ നമ്മൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയാറുണ്ട്. അവർക്ക് മാർക്സിസ്റ്റ് വ്യൂ ആയിരുന്നു മെയിൻ ആയിട്ടും അവരുടെ ഐഡിയാസിലുണ്ടായിരുന്നത്. His first book, Poems, was published in 1930 with the help of T.S. Eliot. T.S. Eliot very famous writer ആണ്. അപ്പം 1930 പോയംസ് എന്ന് പറയുന്ന അവൻ്റെ ആദ്യത്തെ വർക്കാണ്. അത് T.S. Eliotൻ്റെ ഹെൽപ്പോടുകൂടിയാണ് അവൻ നടത്തുന്നത്. Then his marriage to Erika Mann, daughter of the acclaimed writer Thomas Mann, did not last long. However, he had a lasting romantic and collaborative relationship with fellow poet Chester Kalman. See, he married a woman named Erika Mann, who was also the daughter of a famous writer Thomas Mann. Thomas Mannൻ്റെ മകളായിരുന്നു എറീക്ക മാൻ. എറീക്ക മാനെ കല്യാണം കഴിച്ചു. പക്ഷേ അതൊരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് അവനൊരു റൊമാൻറ്റിക് ആൻഡ് കൊളാബറേറ്റീവ് റിലേഷൻഷിപ്പ് അവൻ്റെ കൂടെ തന്നെയുള്ള ഒരു പോയറ്റായ ചെസ്റ്റർ കാൽമാനുമായിട്ട് ഉണ്ടായിരുന്നു. Then he immigrated to America in 1939, become a citizen. So we already said he was born in York in England, but from there he moved on or emigrated to America in 1939, become an American citizen. അപ്പം ബ്രിട്ടീഷ് പൗരനായിരുന്ന അയാൾ അവിടെ നിന്ന് അമേരിക്കയിലോട്ട് പോയി അവിടെ അമേരിക്കൻ സിറ്റിസൺ ആയിട്ട് മാറി. His first book written in America was Another Time. അപ്പോൾ പോയം എന്ന് പറയുന്ന കണക്ഷൻ കളക്ഷൻ ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ എഴുതിയതാണ്. പക്ഷേ അമേരിക്കയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അനദർ ടൈം എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ബുക്ക് എഴുതി.
പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ബുക്സ് എഴുതി. His other notable publications include The Double Man for the Time Being, The Sea and the Mirror, and several poetry collections. He won the Pulitzer Prize for Poetry in 1948 for The Age of Anxiety, a Baroque Eclogue. അപ്പോൾ ആ ഒരു വർക്കിന് അയാൾക്ക് പുലിറ്റ്സർ പ്രൈസ് കിട്ടുവാണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. According to the critic Frederick Buell, both Auden and Brecht were attempting to find an artistic voice for a left-wing polemic. പോളിമിക് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇന്നോവേഷൻ ആണ്. അപ്പം ഫ്രെഡറിക് ബുൽ എന്ന് പറഞ്ഞൊരു റൈറ്റർ പറഞ്ഞിരിക്കുന്നത് ഓഡനും ഈ പറയുന്ന നമ്മുടെ റൈറ്ററായ W.H. ഓഡനും മറ്റൊരു റൈറ്ററാണ് ബെർട്രോൾഡ് ബ്രെക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് റൈറ്ററാണ്. ഇവർ രണ്ടുപേരും കൂടി ദേ വർ അറ്റംപ്റ്റിംഗ് ടു ഫൈൻഡ് ആൻ ആർട്ടിസ്റ്റിക് വോയിസ് ഫോർ എ ലെഫ്റ്റ് വിങ് പൊളിമിക്സ്. അതായത് ലെഫ്റ്റ് വിങ് എന്ന് പറഞ്ഞാൽ മാർക്സിസം. അപ്പോൾ ആ ഒരു മാർക്സിസ്റ്റ് ഇൻഫ്ലുവൻസ് എഴുത്തുകളിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിച്ച രണ്ട് വ്യക്തികളാണ് ഓഡനും ബ്രെക്റ്റും. The political theorist Hannah Arendt shared this view and found that they both belonged for the post-First World War generation with its curious mixture of despair and joie de vivre. Okay, joie എന്ന് പറഞ്ഞാൽ enjoyment of life, another French term ആണ് joie de vivre. His final poetry collections were City Without Walls and many other poems, Epistle to a Godson and other poems, and Thank You for Glass poems published posthumously. പോസ്റ്റമസ്ലി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മരണശേഷം, ആഫ്റ്റർ ഡെത്ത്. അപ്പം നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു സിനിമ, അയാളുടെ ഒരു സിനിമ കാണിക്കുവോ അല്ലെങ്കിൽ അയാളുടെ ഒരു എഴുതി എന്തെങ്കിലും പബ്ലിഷ് ഒക്കെ ചെയ്താൽ അയാളുടെ മരണശേഷമാണ്. അതാണ് പോസ്റ്റമസ്ലി എന്ന് പറയുന്നത്, ആഫ്റ്റർ ഡെത്ത് ആണ്. ഓഡൻസ് വർക്ക്സ് റിമെയിൻ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓഡൻസ് വർക്ക് റിമെയിൻസ് ആൻ ഇക്കനോക്ലാസ്റ്റിക് കോൺട്രിബ്യൂഷൻ ടു മോഡേൺ പോയട്രി through his idiomatic and original use of language that came to be known as Odensque. See here, the thing you have to remember is ഇയാളുടെ വർക്കിലെ പ്രത്യേകതകളാണ്. അതിലൊന്ന് ഇക്കനോക്ലാസ്റ്റിക് കോൺട്രിബ്യൂഷൻ. ഇക്കനോക്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്ന് പോകുന്ന ചില വിശ്വാസങ്ങളുണ്ട്, ചില പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്. അതിനെ ചോദ്യം ചെയ്യുക, അതിനാണ് അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇക്കനോക്ലാസ്റ്റിക് എന്ന് പറയുന്നത്. സോ ഓഡൻ്റെ വർക്ക്സ് എല്ലാം ഒരു ഇക്കനോക്ലാസ്റ്റിക് മെത്തേഡാണ്. അതായത് അന്ന് നിലനിന്നിരുന്ന എല്ലാ കാര്യങ്ങളെയും അയാളുടെ വർക്ക്സ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ടു എ മോഡേൺ പോയിട്രി ത്രൂ ഹിസ് ഇഡിയോമാറ്റിക് ആൻഡ് ഒറിജിനൽ യൂസ് ഓഫ് ലാംഗ്വേജ്. അയാൾ ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നുമല്ല, ദ ഒറിജിനൽ ഫോം ഓഫ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ലാംഗ്വേജിന് പിന്നീട് ഒഡൻസ്ക്യൂ ലാംഗ്വേജ്, അയാളുടെ പേര് കൂട്ടി തന്നെയാണ് ലാംഗ്വേജിൻ്റെ ഒരു വെറൈറ്റിക്ക് അങ്ങനെ പേരും കൂടെ വന്നിട്ടുണ്ട്. സോ ഹീ ഈസ് ആൻ ഇക്കനോക്ലാസ്റ്റിക് മാൻ ഹൂ വാണ്ട്സ് ടു ക്വസ്റ്റ്യൻ എവറിത്തിങ് that is stable in the environment, stable in our society. So this is the importance of W.H. Auden. അപ്പം W.H. ഓഡനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഇൻട്രഡക്ഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. just go through the text, please mark every words, underline the important words, then and try to find out the meaning. almost എല്ലാം പറഞ്ഞിട്ടുണ്ട്. And now we are directly moving on to the poem. The poem reproduced here was written in 1933. Remember the year 1933-ലാണ് ഈ poem എഴുതിയിരിക്കുന്നത്. And describes the indifference and antagonism faced by Jewish refugees from Nazi Germany when they sought asylum in other parts of the world. So this poem is written regarding the refugees of വേൾഡ് വാറിൻ്റെ റെഫ്യൂജീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് 1933 എഴുതിയതാണ്. ഇതിനകത്ത് കാണിക്കുന്നത് ദ ഇൻഡിഫറൻസ് ആൻഡ് ആൻറ്റഗോണിസം എന്ന് പറഞ്ഞാൽ ഹോസ്റ്റിലിറ്റിയാണ്, ഒരുമാതിരി താല്പര്യമില്ലായ്മ. അപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ ആശ്രയത്തിന് ചെല്ലുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ഇൻഡിഫറൻസ്, ഒരു ആൻറ്റഗോണിസം, അത് ആരുടെ അനുഭവമാണ്? ജൂയിഷ് ആയിട്ടുള്ള റെഫ്യൂജീസിൻ്റെ. നാസി ജർമ്മനിയിൽ നിന്ന് അവർ they sought asylum എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഇൻ അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പം ഹിറ്റ്ലർ ആണെങ്കിൽ ജർമ്മനിയിൽ ഭയങ്കരമായ രീതിയിൽ ഈ ജൂതന്മാരെ കൊന്നൊടുക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരവിടെ നിന്ന് പലായനം ചെയ്യുകയാണ്. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പല പല രാജ്യങ്ങളിലോട്ട് പലായനം ചെയ്യുവാണ്. അപ്പം അങ്ങനെ പല പല രാജ്യങ്ങളിൽ ചെല്ലുമ്പം അവരനുഭവിക്കേണ്ടി വരുന്ന ഒരു ഇൻഡിഫറൻസ്, ആൻറ്റഗോണിസം, അതൊക്കെയാണ്. അല്ലെങ്കിൽ അവർ പ്രൊട്ടക്ഷന് വേണ്ടി പല പല രാജ്യങ്ങളോട് ചെല്ലുമ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയാണ് ഈ പോയത്തിലൂടെ മെയിനായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈറ്റിൽ ഗിവൻ ടു ദ ഫസ്റ്റ് ഓഫ് ദ 10 songs by W.H. Auden. Okay,
സോ ഇറ്റ് ഈസ് എ ടൈറ്റിൽ ഗിവൻ ടു അതായത് ആദ്യത്തെ ഒരു 10 സോങ്സിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ്. It was a pleasant rhythm and refrain, my dear, that is repeated in every 3 line stanza. നമ്മൾ ഈ പോയത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ പോയത്തിലൊരു പ്രത്യേകതയുണ്ട്, റിഫ്രെയിൻ ഉണ്ട്. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഒരു റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഓ ഡിയർ, ഓ മൈ ഡിയർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഈ കവിതയിലുടനീളം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ 3 സ്റ്റാൻസ കൂടുമ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പോയത്തിലോട്ട് പോകുമ്പം. ദെൻ ദ പോയം ഈസ് സെറ്റ് ഇൻ എ ഫോറിൻ കൺട്രി വെയർ ദ പോയറ്റ് ആൻഡ് ഹിസ് കമ്പാനിയൻ ഹാവ് സോട്ട് റെഫ്യൂജീസ്. ഈ അവിടെ ഇന്ന രാജ്യമാണ്, ഇന്നടത്താണ്, അങ്ങനെ അനുഭവങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ പോയറ്റും ഈ കവിത എഴുതുന്ന ആൾ ഓടനല്ല കവിത പറയുന്ന ആളും അയാളുടെ ഒരു കൂട്ടുകാരനും കമ്പാനിയനും ഏതോ ഒരു രാജ്യത്ത് റെഫ്യൂജി ആയിട്ട് അവിടെ പോയി നിൽക്കുവാണ്, അതായത് അഭയാർത്ഥികളായിട്ട് താമസിക്കുവാണ്. ഏത് രാജ്യമാണെന്നൊന്നും പറയുന്നില്ല. And the speaker is unable to feel a sense of belonging or shake the feeling of persecution and insecurity in the light of the series of disappointing bureaucratic delays, dismals and prejudice. ഈ കവിതയുടെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ പോയറ്റ് തന്നെയല്ല, ഈ കവിത ആരാണോ സംസാരിക്കുന്നത് അയാൾ. ഹീ ഈസ് അണേബിൾ ടു ഫീൽ എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഓർ ഷേക്ക് ദ ഫീലിംഗ് ഓഫ്, അതായത് ഇവർ വേറൊരു രാജ്യത്ത് റെഫ്യൂജികളായിട്ട് നാസി ജർമ്മനിയിൽ നിന്ന് രക്ഷപ്പെട്ട് ജൂതന്മാരാണ്, അവർ റെഫ്യൂജികളായിട്ട് വേറൊരു രാജ്യത്ത് ചെന്ന് താമസിക്കുവാണ്. അപ്പോൾ അവിടെ ഒരിക്കലും അവർക്ക് ആ രാജ്യത്തോടാണ് ഇനിയിപ്പോൾ അവർക്കൊന്നുമില്ല, അപ്പം വന്ന രാജ്യമാണ് അവരുടെ രാജ്യം എന്നുള്ളൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് അയാൾക്കുണ്ടാകുന്നില്ല, സ്പീക്കറിനുണ്ടാകുന്നില്ല. അതുപോലെ തന്നെ he is not able to shake the feeling of persecution and insecurity. ആ ചെന്ന് കയറിയ രാജ്യത്ത് എപ്പോഴും ഒരു അടിമത്തം, പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒപ്രഷനാണ്, ഒരടിമത്വമാണ്. അപ്പോൾ ഒരടിമത്തം, ഒരു സെക്യൂരിറ്റി ഇല്ലായ്മയൊക്കെയാണ് ഇയാൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ സീരീസ് ഓഫ് ഡിസപ്പോയിൻറ്റിങ് ബ്യൂറോക്രാറ്റിക് ഡിലേ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അവരെ യാതൊരു രീതിയിലും പരിഗണിക്കുന്നില്ല. ഡിസ്മിസൽസ്, അവരെ എല്ലായിടത്തു നിന്നും പറഞ്ഞു വിടുന്നു. പ്രെജുഡിസ്ഡ്, അതായത് അവർ ഭയങ്കര കുഴപ്പക്കാരാണെന്ന് മുൻവിധിയോടുകൂടി അവരെ കാണുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്പീക്കറിന് ഒരിക്കലും സ്വന്തം ഞാൻ ചെന്ന് കയറിയ രാജ്യം എനിക്ക് സ്വന്തം പോലെയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം രാജ്യം തന്നെയാണ് എന്നുള്ളൊരു ഉറപ്പോ ഒരു വിശ്വാസമോ ഒന്നും ഒരിക്കലും ഈ എഴുത്തുകാരൻ, ഈ റൈറ്ററിന് അവരുടെ ഏത് രാജ്യം എന്നൊന്നും പറയുന്നില്ല, ഏത് രാജ്യത്തിലാണെങ്കിലും ചെന്നതിൽപ്പിന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ അയാൾക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എവ്രി വൺ ഈസ് ലുക്കിംഗ് അപ്പോൺ ദം ഇൻ എ പ്രെജുഡിസ്ഡ് മാനർ, ഒരു മുൻവിധിയോട് കൂടിയാണ് എല്ലാവരും കാണുന്നത്. ആൻഡ് ദെൻ ദ നറേറ്റർ ഫൈൻഡ്സ് ദാറ്റ് ആസ് എ റെഫ്യൂജി ആൻഡ് എ ന്യൂ ഇമിഗ്രൻറ്റ് he has lost not just a home but more importantly his freedom and his identity. അപ്പം അധികം താമസിക്കാതെ ഈ കഥ പറയുന്ന നമ്മുടെ റൈറ്ററിന് മനസ്സിലാകുവാണ്, റെഫ്യൂജി ആയതുകൊണ്ട് അയാൾക്ക് അയാളുടെ സ്വന്തം നാടും വീടും മാത്രമല്ല നഷ്ടപ്പെട്ടത്, പിന്നെ എന്താണ്, മോർ ഇമ്പോർട്ടൻ്റ്ലി ഹിസ് ഫ്രീഡം ആൻഡ് ഹിസ് ഐഡൻറ്റിറ്റി, അയാളുടെ ഒരു ഫ്രീഡവും അയാൾ ആരാണ് എന്നുള്ളൊരു കാരണം വേറെ രാജ്യത്ത് എന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ആരുമല്ല, അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി അതൊക്കെയാണ് അയാൾക്ക് നഷ്ടപ്പെടുകയെന്ന് അയാൾ പതിയെ മനസ്സിലാക്കുവാണ്. He is unable to renew an expired passport that signifies that he has ceased to exist for all official purpose although he is still alive. അയാളാണെങ്കിൽ അയാളുടെ ഒരു പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് ഇങ്ങനെ അവിടെ ഓഫീസിൽ ചെല്ലുന്ന ഒരു സീനൊക്കെ ഈ കവിതയ്ക്കകത്ത് പറയുന്നുണ്ട്. പക്ഷേ അയാൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാളുടെ ഐഡൻറ്റിറ്റി പ്രൂഫാണ്, അയാളുടെ കയ്യിലുള്ള ആകെയുള്ള ഐഡൻറ്റിറ്റി പ്രൂഫാണ് ഈ പാസ്പോർട്ട്. അപ്പോൾ അതുപോലും എക്സ്പയർ ആയിട്ട് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന് യാതൊരു തെളിവുമില്ല. കാരണം അയാൾക്ക് കയ്യിലുള്ള ആകെയുള്ള തെളിവെന്ന് പറഞ്ഞാൽ അയാളുടെ പാസ്പോർട്ടാണ്, അതും റിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും പോകും. സോ ദർ ഈസ് നോ എവിഡൻസ് ദാറ്റ് ദിസ് മാൻ ഈസ് ലിവിങ്. as the lament song of a persecuted and disposed Jewish immigrant escaping the Holocaust, the lyric evokes the experience of discrimination and distrust that are common to those affected acutely by more recent refugee and immigrant crisis. അപ്പോൾ ഇയാൾ ഈ കവിതയിലൂടെ പറഞ്ഞു വെക്കാൻ പോകുന്നത് ഇതൊരു ഒരു നിലവിളി പോലുള്ളൊരു ലമെൻറ്റിങ്, അതായത് നമ്മൾ നിലവിളിക്കുക അതുപോലുള്ളൊരു പാട്ടാണ്. ആൻഡ് ഡിസ്പോസ്ഡ് ജൂയിഷ് ഇമിഗ്രൻ്റ് എസ്കേപ്പിംഗ് ദ ഹോളോകോസ്റ്റ്, ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാർ
ആ ഒരു ഹിറ്റ്ലറിൻ്റെ ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കൂട്ടക്കൊലയ്ക്കാണ് നമ്മൾ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോളോകോസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്. ആൻഡ് അതുപോലെ തന്നെ ദ ലിറിക് ഇവോക്സ് ദ എക്സ്പീരിയൻസ് അവർ എന്നിട്ട് അങ്ങനെ രക്ഷപ്പെട്ടിട്ട് പോലും അവരനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് തിരിച്ചു വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസരാഹിത്യം, ഡിസ്ട്രസ്റ്റ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോമൺ ടു ദോസ് അഫക്റ്റഡ് അക്യൂട്ട്ലി ബൈ മോർ റീസെൻറ്റ് റെഫ്യൂജി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് റെഫ്യൂജി ഇമിഗ്രൻറ്റ് ക്രൈസിസ് ഒക്കെ. അപ്പോൾ അതിനെയാണ് ഈ പോയം കാര്യമായിട്ട് മുൻപോട്ട് വെക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ജനറൽ ഇൻട്രഡക്ഷൻ ടു ദ പോയം ആൻഡ് നൗ വി ആർ മൂവിങ് directly to the poem Refugee Blues. Okay, so this is the title of the poem is Refugee Blues. അപ്പം റെഫ്യൂജി എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? അഭയാർത്ഥികളാണ്. ബ്ലൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതൊരു ഫീലിംഗ് ആണ്. അതൊരു സാഡ്നെസ് ആകാം, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മൂഡാകാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് സാഡ്നെസ്, നെഗറ്റിവിറ്റി, അതൊക്കെയാണ് മെയിനായിട്ടും പറയുന്നത്. അപ്പം ബ്ലൂസ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഡയറക്റ്റ്ലി നമ്മൾ പറയുമ്പം ബ്ലൂസ് എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലോട്ട് വന്ന സ്ലേവ്സ് ഉണ്ട്. അവർ അടിമകളായിട്ടാണ് കരുതിയിരുന്നത്. അവരവരുടെ ഇമോഷൻസൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് പാടിക്കൊണ്ടിരുന്ന നാടൻ പാട്ടുകളുണ്ട്. അതിൽ പെടുന്നതാണ് ബ്ലൂസ് എന്നും പറയാറുണ്ട്. അപ്പം ഇതിനകത്ത് 2 ടൈറ്റിലാണ്. ഒന്നെങ്കിൽ റെഫ്യൂജീസിൻ്റെ സങ്കടം, അല്ലെങ്കിൽ അവർ പാടുന്ന ആ ഒരു സങ്കടത്തിൻ്റെ ആ ഒരു പാട്ടാകാം. അതിനാണ് റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഗ്ലോസറിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മീനിങ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നൗ വി ആർ directly moving on to the poem. Say this city has 10 million souls. Some are living in mansions, some are living in holes. Yet there is no place for us, my dear. Yet there is no place for us. See, മൂന്നാമത്തെ ലൈനിൽ മൈ ഡിയർ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. റിഫ്രെയിൻ ആണെന്ന്. ഓക്കെ, സോ സേ ദിസ് സിറ്റി. ഇപ്പം നമ്മുടെ ഈ കവിത ചൊല്ലുന്ന ആളും അല്ലെങ്കിൽ എഴുതുന്ന ആളും അയാളുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഇവർ 2 പേരുമാണ് ഒരു സിറ്റിയിൽ നിൽക്കുന്നത്. ദിസ് സിറ്റി ഹാസ് 10 million souls എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. 10 million ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ആൻഡ് ദെൻ സം ആർ ലിവിങ് ഇൻ മാൻഷൻ എന്ന് പറഞ്ഞാൽ വെരി ഹ്യൂജ് ബിൽഡിങ്സ് ആണ്, കൊട്ടാരമൊക്കെ പോലെ. ആൻഡ് സം ആർ ലിവിങ് ഇൻ ഹോൾസ് എന്ന് പറഞ്ഞാൽ ഈ ഹോൾസിൻ്റെ മീനിങ് നിങ്ങളുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു താമസിക്കാൻ പറ്റാത്ത ചെറിയ ഈ ചേരികൾ പോലുള്ള സംഭവങ്ങളാണ് ഹോൾസ് എന്ന് പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ഗിവൻ ദിസ് സിറ്റി ഹാസ് 10 million ലിവിങ് ബീങ്സ്. ആൻഡ് അതിൽ ചിലർ വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നു, ചിലർ താമസിക്കുന്നത് ഒരിക്കലും താമസിക്കാൻ കൊള്ളില്ലാത്ത അത്രയും മോശപ്പെട്ട സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന പറഞ്ഞാൽ ഈ സ്പീക്കർ എന്ന് പറയുന്നത് വളരെ വലിയൊരു സിറ്റിയിലാണ്. അവിടെ തന്നെ ഈ കാശുള്ളവരും ഇല്ലാത്തവരും, വെൽത്തിയർ ആണ് പുവർ ആണ് എന്നുള്ള ഒരു ഡിഫറൻസ് വളരെ ക്ലിയർ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ് യു ഹാവ് ടു റിമെമ്പർ. ദെൻ സോ ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് ദ പുവർ. പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ വലിയ വ്യത്യാസം അവിടെ ഉണ്ട്, ആ ഒരു സൊസൈറ്റിയിലുണ്ട്. ദെൻ അതാണ് അവിടെ കാണിക്കുന്നത്. സം ആർ ലിവിങ് ഇൻ മാൻഷൻ while some are living in holes. Yet there is no place for us, my dear, and there is no place. So this is the issue. ഇവിടെ പറയുന്നത് ചിലർ താമസിക്കുന്നത് കൊട്ടാരങ്ങളിലാണ്, ചിലർ താമസിക്കുന്നത് കുടിലുകളിലാണ്. പക്ഷേ there is no place for us to live എന്നാണ് പറയുന്നത്. അതായത് പക്ഷേ നമ്മൾക്ക് മാത്രം, അതായത് അവിടെ തന്നെ പണക്കാരും പാവപ്പെട്ടവരും ഉണ്ട്, നമ്മൾ അതിലും താഴെയാണ്. കാരണം നമുക്ക് മാത്രം താമസിക്കാനൊരു സ്ഥലം പോലും ഇല്ല. സോ ദർ ഈസ് നോ പ്ലേസ് ഫോർ അസ് എന്ന് പറയാണ്. അപ്പോൾ ഡിയർ എന്ന് വിളിക്കുന്നത് കൂടെയുള്ള ആളെ ആയിരിക്കാം, കമ്പാനീനെ ആയിരിക്കാം ഇയാൾ വിളിക്കുന്നത്. ആൻഡ് ദെൻ once we had a country and we thought it fair. Look in the atlas and you will find it there. We cannot go there now, my dear. We cannot go there now. So oh my dear എന്നുള്ളത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ റിഫ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് സി, എന്നിട്ട് ഇയാൾ പറയാണ് once we had a country and we thought it fair. സി, ഒരിക്കൽ അവർക്കൊരു സ്വന്തമായൊരു രാജ്യമുണ്ടായിരുന്നു. അത് ഏറ്റവും ഫെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഡീസൻ്റ് ആയിട്ട് ഏറ്റവും മനോഹരമായ രാജ്യമായിരിക്കും എന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ അത്
പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞു. അതുകൊണ്ടാണ് ഇവർക്ക് അഭയാർത്ഥികളായിട്ട് വരേണ്ടി വന്നത്. ലുക്ക് ഇൻ ദ അറ്റ്ലസ് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ഹിയർ. സോ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് അത്, വൺസ് വി ഹാഡ് എ ലാൻഡ് എന്ന കൺട്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജൂവിഷ് റെഫറൻസും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്ത ജ്യൂസാണ് ഈ ഒരു കഥയിലെ മെയിനായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അപ്പം അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ജന്മ അവകാശമായിരുന്നു അവരുടെ നാട്. അവിടെ നിന്ന് പോകേണ്ട ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വൺസ് വി ഹാഡ് എ കൺട്രി എന്ന് പറയുന്നത്. ആൻഡ് ലുക്ക് ഇൻ ടു ദ അറ്റ്ലസ് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ്. സി, അതെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഭൂപടത്തില്ല മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതുണ്ട്. പക്ഷേ ഇവർക്ക് ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ പറ്റില്ല. ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ജീവന് ആപത്താണ്. സോ ദ കൺട്രി ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദ മാപ്പ് ബട്ട് they can't go there. Okay, and then we cannot go there now my dear, we cannot go there now. So അവിടെ ഒട്ടും സേഫ് അല്ല, ഇപ്പം പോകാൻ പറ്റില്ല. So the writer is saying we cannot go there my dear, we cannot go there. നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയാണ്. Then in the village churchyard there grows an old yew. Every spring it blossoms anew. Old passports can do that my dear, old passports can do that. So ഇവിടെ പറയുന്നത് വില്ലേജിൽ, ഇവർ താമസിക്കുന്ന വില്ലേജിൽ, ആ ഒരു വില്ലേജ് ചർച്ച്യാർഡിൽ എന്താണ് ഒരു ചെടിയുണ്ട്, ഒരു പഴയ ഒരു മരമാണ്. ആ മരത്തിനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല പൂക്കളുള്ള ഒരു നല്ലൊരു മരമാണ്. അപ്പം എന്താണ് എവറി സ്പ്രിങ്ങിലും ദാറ്റ് ട്രീ വിൽ ബിയർ ബ്ലോസം. ആ ട്രീ എല്ലാ സ്പ്രിങ്ങിലും എന്താണ് പൂക്കൾ പൊഴിക്കും. അതായത് ഓരോ സ്പ്രിങ്ങിലും, ഒരു വർഷം വന്നാൽ അടുത്ത വർഷം വീണ്ടും, അങ്ങനെ ഓരോ സ്പ്രിങ്ങിലും എന്താണ് പൂക്കൾ പൊഴിക്കുന്ന ഒരു ട്രീ ആണത്. ഓക്കെ, അതേസമയം അതുപോലെ ഒരിക്കലും ഇവരുടെ പാസ്പോർട്ട്സ് റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. So here the writer is trying to convey the idea that there is a village churchyard. അവിടെ ഒരു ട്രീ ഉണ്ട്. ആ ട്രീയിൽ നിന്ന് ഓരോ സ്പ്രിങ്ങിലും, ഓരോ വർഷത്തിലും എന്താണ് പുതിയ പുതിയ പൂക്കളുണ്ടാകും. ആ പൂക്കൾ കൊടിയും, അടുത്ത വർഷം വീണ്ടും പൂക്കളുണ്ടാകും. പക്ഷേ ഓൾഡ് പാസ്പോർട്ട്സ് ക്യാൻ ഡു ദാറ്റ് മൈ ഡിയർ, ഓൾഡ് പാസ്പോർട്ട്സ് ക്യാൻ ഡു. അപ്പോൾ ഇയാൾ പറയുന്നത് അവർക്ക് ആ ട്രീക്ക് എങ്ങനെ ആരുടെയും ഒന്നും ബോധിപ്പിക്കാതെ പഴയ പാസ്പോർട്ട്സ് മാറി പഴയ പൂക്കൾ മാറി പുതിയ പൂക്കൾ കൊണ്ടുവരാം. പക്ഷേ ഒരിക്കലും ഒരു പാസ്പോർട്ട് ഒരിക്കലും ഇവർക്ക് അങ്ങനെ റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇയാൾ പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഷോസ് ദ ഇന്നബിലിറ്റി ടു അതായത് ആ ഒരു ഇന്നബിലിറ്റിയാണ് കാണിക്കുന്നത്, ഇന്നബിലിറ്റി ടു ഗോ ഹോം. അതപ്പോൾ പാസ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും അവർക്ക് തിരിച്ചവരുടെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അവർക്ക് ആ ഒരു ഓൾഡ് പാസ്പോർട്ട് മാറ്റി പുതിയതെടുക്കാനുള്ളൊരു സിറ്റുവേഷൻ അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദേ ആർ നോട്ട് ഏബിൾ ടു ഗോ ഹോം. അതുപോലെ തന്നെ അവരുടെ ആ ഒരു സിറ്റിസൺഷിപ്പും, അവരുടെ രാജ്യത്തിലുള്ള സിറ്റിസൺഷിപ്പ് വരെ നഷ്ടപ്പെടും. എല്ലാം അവരുടെ പാസ്പോർട്ടായിരുന്നു അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും ഇവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ദെൻ ദ കൗൺസിൽ ബാങ്ക്ഡ് ദ ടേബിൾ ആൻഡ് സെഡ്. സി, കൗൺസിൽ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ ഒഫീഷ്യൽ റിസൈഡിങ് ഇൻ മേജർ ഫോറിൻ ടൗൺസ് ടു റെപ്രസെൻറ്റ് ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് മെർച്ചൻസ് ആൻഡ് സിറ്റിസൻസ്. അതായത് ഒഫീഷ്യലായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ വരുന്ന ഒരു അതോറിറ്റിയാണ് കൗൺസിൽ എന്ന് പറയുന്നത്. ദ കൗൺസിൽ ബാങ്ക്ഡ് ദ ടേബിൾ ആൻഡ് സെഡ് ഇഫ് യു ഹാവ് ഗോട്ട് നോ പാസ്പോർട്ട് യു ആർ ഒഫീഷ്യലി ഡെഡ്. അപ്പം കൗൺസിലുള്ള ആൾക്കാർ അവരെന്താണ് പറഞ്ഞത്, ഇപ്പം ഇനി നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ വേറൊരു ഐഡൻറ്റിറ്റി ഇല്ല, നിങ്ങൾ ജീവിച്ചിരിക്കുന്നില്ല, നിങ്ങൾ മരിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നാണ് അവർ പറഞ്ഞത്. ബട്ട് വി ആർ സ്റ്റിൽ അലൈവ് മൈ ഡിയർ, ബട്ട് യു ആർ സ്റ്റിൽ ലൈവ്. സി, ദാറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അവർക്ക് അവർ ജീവനോടെ ഇരിക്കെ ചെയ്ത് അവരെ മരിച്ചു എന്ന് മുദ്ര കൊടുക്കും. കാരണം അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ യാതൊരു ഐഡൻറ്റിറ്റിയും ഇല്ല. അവരുടെ പാസ്പോർട്ടായിരുന്ന ഐഡൻറ്റിറ്റി അതില്ല. അപ്പോൾ അതുകൊണ്ടെന്താണ് അവർ മരിച്ചതിന് തുല്യമാണ്. സോ ദേ ആർ ആക്ച്വലി ലിവിങ് ഡെഡ് എന്ന് പറയാം, ലിവിങ് ഡെഡ് എന്ന് പറയാൻ പറ്റും. ദെൻ went to a committee, they offered me a chair, asked me politely to return next year, but where shall we go today my dear, where shall we go today? ഓക്കെ, അപ്പം അയാൾ എന്താ ചെയ്യുന്ന ഒരു കമ്മിറ്റി, അതായത് ഈ അഭയാർത്ഥികളെ സഹായിക്കാനായിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അത് ഒഫീഷ്യലി സെറ്റപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം അവരുടെ എല്ലാം പൊളിറ്റിക്കലി അവരുടെ കൈകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്.
അപ്പോൾ ഇയാൾ ഇങ്ങനൊരു പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു കമ്മിറ്റിയിൽ ചെല്ലുവാണ്. ചെന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവരൊരു ചെയറൊക്കെ ഇങ്ങനെ കൊടുത്ത് അവിടെ ഇരുത്തി, പക്ഷേ വളരെ പൊളൈറ്റായിട്ട് വളരെ സാമ്യതയോടെ അവർ പറയാണ് പോയിട്ട് അടുത്ത വർഷം പോരെ, ഇത് ഉടനെയൊന്നും നടക്കൂലെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനോ മുൻപോട്ട് പോകാനോ പറ്റാത്തൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ഷോയിങ് ദ എന്താണ് ആ ഒരു റിപ്പീറ്റിംഗ് ലൈൻസ് എന്ന് പറഞ്ഞാൽ വേർ ഷാൽ ബി ഗോ, വേർ ഷാൽ ബി ഗോ, അല്ലെങ്കിൽ വാട്ട് വി ആർ സ്റ്റിൽ അലൈവ്, വി ആർ സ്റ്റിൽ അലൈവ്, വി കനോട്ട് ഗോ ദെയർ, വി കനോട്ട് ഗോ, ഇതെല്ലാം കാണിക്കുന്ന പറഞ്ഞാൽ റിപ്പീറ്റിന് ശേഷം കാണിക്കുന്നത് തന്നെ അയാളുടെ ആ ഒരു ഫിയറാണ്, ഒരു പേടിയാണ്, ഇൻസെക്യൂരിറ്റിയാണ് ആക്ച്വലി അവിടെ കാണിക്കുന്നത്. ഓക്കെ, then moving on, came to a public meeting. The speaker got up and said, if we let them in, they will steal our daily bread. He was talking of you and me, my dear. He was talking of you and me. See, അപ്പം ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കുവാണ്. പബ്ലിക് മീറ്റിംഗ് എന്ന് പറയുമ്പം എന്താണ്, അവരുടെ ആൾക്കാർ ഇങ്ങനെ തമ്മിൽ കൂടുന്ന സ്ഥലങ്ങളാണ് പബ്ലിക് മീറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പം പബ്ലിക് മീറ്റിങ്സിൽ എന്താണ്, ഒരു സ്പീക്കർ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, നമ്മൾ ഈ റെഫ്യൂജീസിനെ എല്ലാം അകത്തോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഡെയിലി ബ്രെഡ് തന്നെ സ്റ്റീൽ ചെയ്യും. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കും എന്നാണ് അവർ പറയുന്നത്. അതായത് നമുക്കുള്ള ബ്രെഡ് പോലും എടുക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ അവരെ നമുക്ക് ഒരിക്കലും അതുകൊണ്ട് വിശ്വസിച്ച് ഈ രാജ്യത്തോട്ട് കയറ്റാൻ പറ്റില്ല എന്ന് പബ്ലിക് മീറ്റിങ്ങിൽ ഒരു സ്പീക്കർ പറയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ റെഫ്യൂജീസിനെ ഉൾക്കൊള്ളാൻ മറ്റ് രാജ്യങ്ങൾക്കും ഭയമാണ്. കാരണം ഇവരവിടെ വന്നാൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, അവർക്കുള്ള കാര്യങ്ങൾ, അവർ നമ്മളെ അടിമകളാക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ പറയുന്നത് നമ്മൾ അവരുടെ ഭക്ഷണം മോഷ്ടിക്കുമെന്ന് അയാൾ പറയുന്നത് നമ്മളെക്കുറിച്ചാണ്, എന്നെയും നിന്നെയും കുറിച്ചാണ് എന്ന് റൈറ്റർ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പറയുവാണ്. ദെൻ thought I heard the thunder rumbling in the sky. It was Hitler over Europe saying they must die. Oh, we were in his mind, my dear. Oh, we were in his mind. See, ഇപ്പോഴാണ് ഈ എഴുത്തുകാരൻ ആരാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി പൂർണ്ണമായിട്ടും റിവീൽ ചെയ്യുന്നത്. റംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ആഴമുള്ള ചെറിയ ഇങ്ങനെ മുഴക്കമുള്ള ഒരു ഇടിക്കാണ് റംബ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇയാളിങ്ങനെ ആകാശത്തൊരു തണ്ടർ കേൾക്കുവാണ്. ആ തണ്ടറെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്, ആക്ച്വലി അത് ആരാണ്, അത് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ഇൻ ഓൾ ഓവർ യൂറോപ്പ് ഹീ സെയിങ് ദേ മസ്റ്റ് ഡൈ. ഹിറ്റ്ലറുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ എല്ലാം പ്യുവറായിട്ടുള്ള ആര്യൻ റേസാണ് അവിടുത്തെ ഏറ്റവും സുപ്പീരിയോറിറ്റി. ജ്യൂസ് എല്ലാം ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണ്, അതുകൊണ്ട് അവരെ കൊന്നുകളയണം എന്നുള്ളതായിരുന്നു ഹിറ്റ്ലറിൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇടിമുഴക്കം പോലെ ഹിറ്റ്ലറിൻ്റെ ആ വാക്കുകൾ ദേ മസ്റ്റ് ഡൈ, അതായത് റെഫ്യൂജീസിനെ എല്ലാം ആ രാജ്യത്തുള്ളവരെല്ലാം കൊന്നുകളയണം എന്നുള്ള അയാളുടെ വാക്ക് അത് ഇയാളുടെ കാതുകളിൽ എപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. ദെൻ a poodle in a jacket fastened with a pin. So a door opened and a cat let in. But they weren't German Jews. By near they weren't German Jews. ഇവിടെ കാണിക്കുന്നത്, അതായത് മറ്റുള്ള ലോകത്തിലുള്ള അവർക്ക് ചുറ്റുമുള്ള മറ്റെല്ലാത്തിനും ഫ്രീഡം ഉണ്ട്, പക്ഷേ അവർക്ക് മാത്രം ഫ്രീഡം ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പൂഡിൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഇനം നായക്കുട്ടിയാണ്, ഡോഗാണ്, ഒരു പ്രത്യേകതരം ഇനം ബ്രീഡാണത്. അപ്പം ഒരു ജാക്കറ്റിൻ്റെ ഉള്ളിൽ നല്ലൊരു പൂഡിലിനെ, നല്ലൊരു നായക്കുട്ടിയെ നല്ല ജാക്കറ്റൊക്കെ ഇട്ട് നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുപോലെ തന്നെ എന്താണ്, ഒരു ഡോറ് തുറന്നൊരു ക്യാറ്റ്, ഒരു പൂച്ച അകത്ത് കയറി പോകുന്നൊരു കാഴ്ച കണ്ടു. അവരെല്ലാം അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് പോലും ആ നാട്ടിൽ ജീവിക്കാൻ അനുവാദമുണ്ട്, പക്ഷേ ഇവർക്കില്ല. കാരണം എന്താണ്, ഇവർ വെറും ജർമ്മൻ ജ്യൂസ് ആയതുകൊണ്ട് ദേ വേറൻ ജർമ്മൻ ജ്യൂസ്. കാരണം അവർക്കെല്ലാം ഉള്ളിൽ കയറാം, അവർക്കെല്ലാ സൗകര്യങ്ങളും കിട്ടും. കാരണം അവർ ജർമ്മൻ ജ്യൂസ് അല്ല, അവർ മൃഗങ്ങളാണ്, അവർ നായയാണ്, അതുപോലെ തന്നെ പൂച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഉള്ളിൽ കയറാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവർക്ക് അതിനുള്ള അവകാശമില്ല എന്നയാൾ പറയുകയാണ്. Then went down the harbour and stood upon the quay. Saw the fish swimming as if they were free. Only 10 feet away, my dear, only 10 feet away. Quay എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ
നമ്മൾ ഈ ചൂണ്ടയിടാനായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ക്വേ എന്ന് പറയുന്നത്. ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പം ഹാർബർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കടൽ തീരത്തോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് ആ ഒരു ക്വേയുടെ അവിടെ നിൽക്കുവാണ്. നിന്നിട്ട് അയാൾ വെള്ളത്തിലോട്ട് നോക്കുമ്പം നല്ല ഫിഷുകൾ പോലും, മീനുകൾ പോലും നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി വെള്ളത്തിലൂടെ നീന്തി കളിക്കുവാണ്. അയാളിൽ നിന്ന് വെറും 10 ഫീറ്റ് അകലെ നല്ല വെള്ളത്തിൽ ഇങ്ങനെ അവർ പോലും സ്വാതന്ത്ര്യത്തിൽ നീന്തി തുടിക്കുവാണ്. പക്ഷേ അതൊന്നും ജർമ്മൻ ജ്യൂസായ റെഫ്യൂജീസായ ഇവർക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അപ്പോൾ പറയുന്നത് എന്താണ്? ലോകത്ത് മുഴുവൻ സ്വാതന്ത്ര്യമാണ് ഇയാൾ കാണുന്നത്. പക്ഷേ ആ സ്വാതന്ത്ര്യം മനുഷ്യരായിട്ട് പോലും, മൃഗങ്ങൾ പോലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. പക്ഷേ മനുഷ്യരായിട്ട് പോലും ഇയാൾക്കൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത ആ ഒരു പത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥയാണ് പറയുന്നത്. വീണ്ടും അയാൾ പറയാണ്, വാക്ക്ഡ് ത്രൂ എ വുഡൻ സോ ദ ബേർഡ്സ് ഇൻ ദ ട്രീസ്. They had no politicians and sang at their ease. They were in the human race, my dear. They were in the human race. See, എന്ന് പറയുന്നത് ഇയാളാണെങ്കിൽ ഒരു വുഡൻ കാട്ടിലൂടെ, അതായത് ഇങ്ങനെ നടന്നു പോകുമ്പം ഒരുപാട് പക്ഷികൾ ഇങ്ങനെ മരത്തിലിരിക്കുന്നത് കാണുവാണ്. ആൻഡ് ദേ ഹാഡ് നോ പൊളിറ്റീഷ്യൻസ്. അവിടെ അവരോട് കയറരുതെന്നും അത് ചെയ്യരുതെന്നും ഇത് ചെയ്യരുതെന്നും അങ്ങനെ ചെയ്യാവുള്ളതെന്നും കൽപ്പിക്കാനോ ചെയ്യിപ്പിക്കാനോ ഒന്നും പൊളിറ്റീഷ്യൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവരെല്ലാവരും അവരവരുടേതായ സ്വാതന്ത്ര്യത്തിൽ പാട്ടുകൾ പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ അവർ മനുഷ്യരല്ല, ഇതൊന്നും ഹ്യൂമൻ റേസ് അല്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും സ്വാതന്ത്ര്യമുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ് ഏറ്റവും വേദന അനുഭവിക്കുന്നതും സ്വാതന്ത്ര്യമില്ലാത്തതുമെന്നുമാണ് ഇയാൾ പറയുന്നത്. Dreamed I saw a building with 1,000 floors, 1,000 windows and 1,000 doors. Not one of them was ours, my dear. Not one of them was ours. So അയാൾ ഒരു സ്വപ്നം കാണുവാണ്. സ്വപ്നത്തിൽ പറയുന്നത് എന്നു വെച്ചാൽ ഒരു ബിൽഡിംഗ് ആണ്, അതായത് ഈ ആകാശം മുട്ട നിൽക്കുന്ന വലിയ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ എന്താണ് 1,000 ഫ്ലോർ, 1000 നിലകളുണ്ട്, 1000 വിൻഡോസ് ഉണ്ട്, 1000 ഡോർസ് ഉണ്ട്. ഓക്കെ, പക്ഷേ എന്താണ്, നോട്ട് വൺ ഓഫ് ദം, അതിലൊരു വാതിൽ പോലും, ഒരു ജനൽ പോലും ഇവർക്ക് അവകാശപ്പെട്ടതില്ല. അതായത് അവരെ റെഫ്യൂജീസിനെ, അഭയാർത്ഥികളെ എന്നും സാധാരണ മനുഷ്യരിൽ നിന്ന് എപ്പോഴും അകറ്റി മാറ്റിയായിരുന്നു നിർത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇയാൾ പറയണം 1000, ഇത് അയാളുടെ സ്വപ്നമാണ്. 1000 നിലയുള്ളൊരു കെട്ടിടം, 1000 വാതിലുകളുണ്ട്, 1000 ജനലുകളുണ്ട്, പക്ഷെ അതിലൊന്നു പോലും ഇവർക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. Stood on a great plain in the falling snow. 10,000 soldiers marched to and fro, looking for you and me, my dear, looking for you and me. So stood on a great plain in the falling snow. See, അയാളൊരു ഗ്രേറ്റ് പ്ലെയിനിൽ ഇങ്ങനെ നിൽക്കും. പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും മുമ്പിൽ ഒരു രാജ്യവും സ്വന്തമായിട്ട് അവകാശപ്പെടാനില്ലാതെ, ഒന്നും സ്വന്തമായിട്ടില്ലാത്ത ഇവരിങ്ങനെ നിൽക്കുവാണ്. സോ ഇൻ എ ഗ്രേറ്റ് പ്ലെയിൻ ഇൻ ദ ഫാളിങ്, സോ ഇറ്റ് ഈസ് ആക്ച്വലി സിമ്പിൾ ഓഫ് ഓൾ ദ കൺട്രീസ് ഓഫ് ദ വേൾഡ്. അവിടെ എന്താണ് 10,000 സോൾജിയേഴ്സ് മാർച്ച് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ 10,000 സോൾജിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ജ്യൂസിനെ ഹണ്ട് ചെയ്യുന്നവരാണ്. അതായത് ഇവരെ കൊല്ലാനായിട്ട് തപ്പി നടക്കുന്ന ഒരു 10,000 സോൾജിയേഴ്സ് ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ടു ആൻഡ് ഫ്രോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയും എന്നെയും നിന്നെയും നോക്കിക്കൊണ്ടാണ് അവർ നടക്കുന്നത്. സോ ദേ ആർ ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ, മൈ ഡിയർ. ദേ ആർ ലുക്കിംഗ് ഫോർ you and me. Okay, so this is the general outline of the poem. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയത്തിലൂടെ കടന്നു പോയി. ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു പോകാം. പോയത്തിലെ മെയിനായിട്ടും റെഫ്യൂജീസിൻ്റെ ഒരു ഇഷ്യൂസാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന റെഫ്യൂജി ഒരു ജർമ്മൻ ജൂ ആയിരുന്നു. ജൂവിൻ്റെ അവർ ഹിറ്റ്ലറിൻ്റെ ഇഷ്യൂ കൊണ്ട് പലായനം ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു പോകുന്നത് ഈ സിറ്റിയിൽ 10 മില്യൺ ആയിട്ടുള്ള സോൾസ് ഉണ്ട്, ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്, ഒരുപാട് പാവപ്പെട്ടവർ ജീവിക്കുന്നുണ്ട്, പണക്കാർ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ജീവിക്കാൻ, റെഫ്യൂജീസിന് ജീവിക്കാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം പോലുമുള്ള, അവരുടെ രാജ്യം പോലും ഇപ്പം ഭൂപടത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ്. അതുപോലെ തന്നെ പാസ്പോർട്ട്സ് പുതുക്കാൻ പോലും, അതായത് അവരുടെ ഐഡൻറ്റിറ്റിയെ പോലും ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് പാസ്പോർട്ടില്ല, അത് പുതുക്കാനുള്ള അവകാശം പോലും ഇല്ല. അതേസമയം എത്രയെത്ര ഓഫീസുകളിൽ കയറി ഇറങ്ങിയാലും അവർ പിന്നെ ആകട്ടെ എന്ന് പറയുന്നതല്ലാതെ യാതൊരു ചേഞ്ചും അതിന് വരുത്തുന്നില്ല. ആൻഡ് ദെൻ കെയിം ടു എ പബ്ലിക് മീറ്റിംഗ്. അവിടെ എല്ലാം പറയുന്നത് എന്താണ്? ഇവർ നമുക്ക് ഭീഷണിയാണ്, ഇവർക്ക് നമുക്ക് ഇവർ നമ്മുടെ ഫുഡും കൂടെ തട്ടിയെടുക്കും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എന്നിട്ട് ഇയാൾ നോക്കുന്നത് എന്താണ്?
ഹിറ്റ്ലർ പറയുന്ന അയാളുടെ മനസ്സിലോട്ട് വരുവാണ് എല്ലാവരെയും കൊല്ലണം എന്നുള്ളത്. ആ ഒരു പേടി കൊണ്ടും അത് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഇവർ മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളെ പോലെ താമസിക്കുന്നത്. എന്നിട്ട് ഇയാൾ ചുറ്റും നോക്കുകയാണ്. അവിടെ ഒരു ഡോഗ് അവനൊരു നല്ല ഡ്രസ്സിൽ നിൽക്കുന്നു, ഒരു ക്യാറ്റ് ഒരു വീട്ടിൽ കയറി പോകുന്നു. അതുപോലെ തന്നെ എന്താണ് ഒരു ഫിഷെല്ലാം നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി നീന്തി നടക്കുന്നു. അതുപോലെ തന്നെ പക്ഷികൾ ധാരാളം സ്വാതന്ത്ര്യത്തോടുകൂടി പാട്ട് പാടുന്നു. ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും പൊളിറ്റീഷ്യൻസ് ഇല്ല, അവരെല്ലാം മനുഷ്യരല്ല, മൃഗങ്ങളാണ്, അവർക്ക് പോലും സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അയാൾ പറയുന്നത് അവിടെ ആയിരക്കണക്കിന് വീടുകളുണ്ട്, ആയിരക്കണക്കിന് ഫ്ലോട്ട്സ് ഉണ്ട്, ഒന്നും ഇവർക്ക് വേണ്ടി ഒരിക്കലും തുറക്കില്ല, കാരണം ഇവരെന്നും മാറ്റി നിർത്തപ്പെട്ടവരായിരിക്കും എന്നാണ് അയാൾ പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഇവർക്ക് അവിടെ നിന്ന് പുറത്തു പോകാനും പറ്റില്ല, കാരണം എല്ലാവരും ഇവർക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇവരെ കൊല്ലാനായിട്ട് സോൾജിയേഴ്സ് തപ്പി നടക്കുവാണ്. Okay, so this is the general the summary of the poem Refugee Blues. അപ്പോൾ ഇതിനകത്ത് ഗ്ലോസറിയിൽ കുറേ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെൻറ്റൻസ് ആൻസേഴ്സ് ഉണ്ട്. വെരി ഈസി, യു ഹാവ് ടു ട്രൈ ടു ഡു ഇറ്റ് യുവർ ഓൺ ആൻഡ് ഐ വിൽ ഗിവ് യു നോട്ട്സ് ആസ് വെൽ. ഞാൻ നോട്ട്സും തന്നോളാം, പക്ഷേ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്വന്തമായിട്ട് ആൻസേഴ്സ്, വെരി ഈസിയാണ്, എല്ലാം ഡയറക്റ്റ് ടു ദ ടെക്സ്റ്റിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് കണ്ടുപിടിക്കുക. ഓക്കെ, സോ എനിവേ ഹോപ്പ് ടു മീറ്റ് അഗെയിൻ നെക്സ്റ്റ് ഡേ. താങ്ക് യു.